നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറുകാർക്ക് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് ചന്ദ്രലഗ്നാധിപ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കാരണം നേതൃത്വ പാടവം കൂടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുകയും സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കാരണം ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ശുക്രനോട് ചേർന്നാണ്. അപ്പോൾ ചാരവശാൽ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഗുരുശുക്ര യോഗമുണ്ട്. അപ്പോൾ ഗുരുഭാർഗവ സംയോഗയെ ദിവ്യതാരോ മഹാധനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യ ജീവിതി ജയതീന. പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകുക, ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കുറച്ച് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. മാത്രമല്ല സർവാഭിഷ്ട സ്ഥാനത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയാണ്. സ്വക്ഷേത്ര ബലവാനായിട്ടാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ഇപ്പോൾ പൊതുവെ പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചൊന്നും കുറേ നാളായിട്ട് അത്ര ഒരു മെച്ചമുള്ള സമയമല്ലായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. എന്ത് ചെയ്യണമെന്ന് എങ്ങോട്ട് പോകണമെന്നോ ഒന്നും കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റാതിരുന്ന ഒരു സമയമാണ്. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി 2ലേക്ക് വ്യാഴം വന്നു. അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചു. ലഗ്നാധിപതി ബലവാനായി. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുകയും നമ്മളുടെ വാക്കിന് വിലയുണ്ടാകുകയൊക്കെ ചെയ്യാം. മറ്റുള്ളവരെ ഉപദേശിക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ ചില സമയത്ത് അകന്നു പോകാൻ ഇടവരുന്ന ഒരു യോഗമുള്ള സമയമാണ്. കാര്യം നല്ല ദോഷ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ചില സമയത്ത് നല്ല സമയം വരുമ്പോൾ അകന്ന് പോയേക്കാം. അത് കാരണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം. അതേപോലെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും. യാത്രകൾ കൊണ്ട് ശാരീരികമായ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവ് വരാൻ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ ചിലവ് പണ്ടുവാനും വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. നിയന്ത്രിക്കാനായിട്ട് നിർബന്ധമായിട്ട് നോക്കണം. കർമാധിപതി വ്യാഴം രക്ഷാസ്ഥാനത്താണ്. ചെയ്യുന്ന തൊഴിൽ തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന ഗുണം കിട്ടും. പക്ഷേ കർമ്മസ്ഥാനത്ത് ശരിയാണ് നിൽക്കുന്നതെങ്കിലും ഭാഗ്യാധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതി അവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കുന്നതുകൊണ്ട് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിലിന് പുഷ്ടി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. അപ്പോൾ ഭാഗ്യത്തിനിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാൻ യോഗമുണ്ട്. അത് മാത്രമല്ല കാലിൻ്റെ അര മുതൽ മുട്ട് വരെയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന, വിഷമങ്ങൾ, കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, കാലിൻ്റെ മുട്ടിന് വേദന, ഇങ്ങനെയൊക്കെ ശാരീരികമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ട് കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാൽപാദത്തിന് വേദനയും വരാനുള്ള യോഗം കാണുന്നുണ്ട്. നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകും. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചും കഴിഞ്ഞ 12ാം വ്യാഴമായിരുന്നു. ഇപ്പോൾ ജന്മത്തിലേക്ക് വ്യാഴം വന്നതുകൊണ്ട് ഒരു പരിധി വരെ കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് ഈ മാസത്തിലും യോഗം കാണുന്നത്. പിന്നെ ലഗ്നത്തിൽ ഗുരുശുക്ര യോഗം ഉള്ളത് കാരണം കൊണ്ട് എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും. എന്നാലും വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നമുണ്ട്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് പുണർന്ന നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ചെയ്യുക. നാഗപൂജ ചെയ്യുക. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും രാഹുപൂജയും ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും ഉണ്ടാകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.